കാലാവസ്ഥ മാറുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ ചെറിയ തോതിൽ വരൾച്ച അനുഭവപ്പെടുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രതിഭാസം മാത്രമാണ്. എന്നാൽ കഠിനമായ തണുപ്പോ പ്രകടമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഇല്ലാത്ത സാധാരണ സമയങ്ങളിൽ പോലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ കൈകളും കാലുകളും മാത്രം അമിതമായി വരണ്ടു പൊട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എങ്കിൽ ഇതൊരു കേവല സൗന്ദര്യ പ്രശ്നമായോ അല്ലെങ്കിൽ വെറുമൊരു സാധാരണ ഡ്രൈ സ്കിൻ അവസ്ഥയായോ കണ്ട് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ വരട്ടെ. വിപണിയിൽ കിട്ടുന്ന ഏതെങ്കിലും സാധാരണ ബോഡി ലോഷനുകളോ മോയ്സ്ചറൈസറുകളോ പുരട്ടി താൽക്കാലികമായി ഈ പ്രശ്നത്തെ മൂടി വെച്ചതുകൊണ്ടായില്ല. വാസ്തവത്തിൽ ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പല ഗുരുതരമായ ആന്തരിക രോഗങ്ങളുടെയും മുൻകൂട്ടിയുള്ള ലക്ഷണമാകാമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ കൈകാലുകളിലെ ഈ അമിത വരൾച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ശാസ്ത്രീയ വശങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൈകളും കാലുകളും എപ്പോഴും ബാഹ്യമായ അന്തരീക്ഷവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന അവയവങ്ങളാണ്. സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ, വായുവിലെ പൊടിപടലങ്ങൾ, ആൽക്കഹോൾ ഉയർന്ന അളവിലടങ്ങിയ സാനിറ്റൈസറുകൾ, വീടുകളിൽ ഉപയോഗിക്കുന്ന വീര്യമേറിയ ഡിറ്റർജന്റുകൾ, കഠിനമായ രാസവസ്തുക്കൾ അടങ്ങിയ സോപ്പുകൾ എന്നിവയുമായി ഇവ നിരന്തരം അടുത്തിടപഴകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഉള്ളം കൈകളിലും ഉള്ളം കാലുകളിലും ചർമ്മത്തിന് സ്വാഭാവികമായ ഈർപ്പവും സോഫ്റ്റ്നസും നൽകുന്ന എണ്ണഗ്രന്ഥികൾ അഥവാ സെബേഷ്യസ് ഗ്ലാൻഡുകൾ താരതമ്യേന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചർമ്മത്തിലെ സ്വാഭാവിക ഈർപ്പവും ലിപ്പിഡ് പാളികളും ഇവയ്ക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു എന്ന് പ്രമുഖ ഡെർമറ്റോളജിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തണുപ്പ് കാലത്തോ AC മുറികളിലോ ദീർഘനേരം ഇരിക്കുമ്പോൾ ഹീറ്ററുകളും എയർ കണ്ടീഷണറുകളും അന്തരീക്ഷത്തിലെ ഈർപ്പം പൂർണ്ണമായി വലിച്ചെടുക്കുന്നതും ചർമ്മത്തിന്റെ പ്രകൃതിദത്തമായ സംരക്ഷണ പാളിയെ ദുർബലമാക്കുകയും ചർമ്മത്തിലെ ജലാംശം നഷ്ടപ്പെടുത്തി കോശങ്ങൾ വലിഞ്ഞു പൊട്ടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ബാഹ്യമായ ഇത്തരം കാരണങ്ങൾക്കപ്പുറം കൈകാലുകളിൽ വിട്ടുമാറാതെ നിൽക്കുന്ന കടുത്ത വരൾച്ചയ്ക്ക് പിന്നിൽ കൃത്യമായ ചില അവസ്ഥകളുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സിമ, സോറിയാസിസ് തുടങ്ങിയ വിട്ടുമാറാത്ത ചർമ്മരോഗങ്ങൾ. ഇവ ചർമ്മകോശങ്ങളുടെ സ്വാഭാവികമായ നിർമ്മാണ പ്രക്രിയയും ഘടനയെയും തകിടം മറിക്കുകയും കടുത്ത വരൾച്ചയും ചൊറിച്ചിലും ചർമ്മം ചെതുമ്പലുകൾ പോലെ ഇളകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന കാരണം നമ്മുടെ കഴുത്തിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്ന ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥയാണ്. തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയുമ്പോൾ ശരീരത്തിലെ മെറ്റബോളിസവും കോശങ്ങളുടെ നവീകരണ പ്രക്രിയയും വിയർപ്പ്, എണ്ണഗ്രന്ഥികളുടെ പ്രവർത്തനവുമെല്ലാം വലിയ തോതിൽ മന്ദഗതിയിലാകുന്നു. ഇത് ചർമ്മത്തിന്റെ സ്വാഭാവിക തിളക്കം നഷ്ടപ്പെടുത്തുകയും കൈകാലുകൾ വരണ്ടുണങ്ങാൻ കാരണമാവുകയും ചെയ്യും. ഇതിനെല്ലാം അപ്പുറം പ്രമേഹമുള്ളവരിൽ അനുഭവപ്പെടുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന നാഡീ സംബന്ധമായ തകരാറ് കൈകാലുകളിലെ ഡ്രൈനെസ്സിന് വഴിതെളിക്കാറുണ്ട്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ദീർഘകാലം ഉയർന്ന നിലയിൽ തുടരുമ്പോൾ അത് കൈകാലുകളിലെ സൂക്ഷ്മമായ നാഡീ ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും ദോഷകരമായി ബാധിക്കുന്നു. ഇങ്ങനെ നാഡികൾക്ക് ക്ഷതം സംഭവിക്കുന്നതോടെ കൈകാലുകളിൽ ആവശ്യത്തിന് വിയർപ്പും ഈർപ്പവും ഉൽപ്പാദിപ്പിക്കാനുള്ള സിഗ്നലുകൾ തലച്ചോറിൽ നിന്ന് ലഭിക്കാതാവുകയും ഇത് ഉള്ളം കാലുകളിലും ഉപ്പൂറ്റിയിലും കടുത്ത വരൾച്ചയും വേദനയേറിയ ആഴത്തിലുള്ള പിളർപ്പുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വൃക്കകളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്ന ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവരിലും ഈ ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട്. വൃക്കകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ശരീരത്തിലെ ദ്രാവകങ്ങളുടെയും ധാതുക്കളുടെയും സന്തുലിതാവസ്ഥ തെറ്റുകയും രക്തത്തിൽ യൂറിയ പോലുള്ള ഫോസ്ഫറസ് വിഷാംശങ്ങൾ അമിതമായി അടിഞ്ഞുകൂടുകയും ചെയ്യും. ഇത് ചർമ്മത്തിൽ കടുത്ത ഡ്രൈനെസ്സിനും ഒപ്പം വിട്ടുമാറാത്ത കഠിനമായ ചൊറിച്ചിലും ഉണ്ടാക്കുന്നു. ജനിതകപരമായ കാരണങ്ങളാൽ ചർമ്മത്തിന് സ്വയം ഈർപ്പം നിലനിർത്താൻ കഴിയാതെ വരികയും ചർമ്മം മീൻ ചെതുമ്പലുകൾ പോലെ വരണ്ടുപോകുകയും ചെയ്യുന്ന ഇക്തിയോസിസ് എന്ന അവസ്ഥയും ഇതിന് കാരണമാകാറുണ്ട്. കൈകാലുകൾ വരണ്ടു പോകുമ്പോൾ നമ്മളിൽ പലരും വരുത്തുന്ന പ്രധാന തെറ്റ് ഇടയ്ക്കിടെ കഠിനമായ ആന്റി ബാക്ടീരിയൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും കടുത്ത ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുമാണ്. ചൂടുവെള്ളം ചർമ്മത്തിലെ അവശേഷിക്കുന്ന സ്വാഭാവിക എണ്ണമയത്തെ കൂടി പൂർണ്ണമായി കഴുകിക്കളഞ്ഞ് അവസ്ഥ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഈ അവസ്ഥയെ ശാസ്ത്രീയമായി മറികടക്കാൻ കൃത്യമായ ചില ചർമ്മ സംരക്ഷണ രീതികൾ നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സുഗന്ധദ്രവ്യങ്ങളോ ആൽക്കഹോളോ കൃത്രിമ നിറങ്ങളോ കെമിക്കലുകളോ അടങ്ങാത്ത കട്ടിയുള്ള നല്ലൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക എന്നതാണ്. ചർമ്മത്തിന്റെ തകർന്ന പാളികളെ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന സെറമൈഡുകൾ, അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്ന ഗ്ലിസറിൻ, ചർമ്മത്തെ മൃദുവാക്കുന്ന ഷിയ ബട്ടർ അല്ലെങ്കിൽ ഹൈലൂറോണിക് ആസിഡ് എന്നിവ അടങ്ങിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൈകാലുകൾ കഴുകി വൃത്തിയാക്കി ഈർപ്പം പൂർണ്ണമായി ഉണങ്ങുന്നതിന് മുമ്പ്, അതായത് ചർമ്മത്തിൽ ചെറിയ നനവോടെ ഇരിക്കുമ്പോൾ തന്നെ മോയ്സ്ചറൈസർ പുരട്ടാൻ ശ്രദ്ധിക്കുക. ഇത് ഈർപ്പത്തെ ചർമ്മത്തിനുള്ളിൽ ദീർഘനേരം ലോക്ക് ചെയ്യാൻ സഹായിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് കാലുകൾ നന്നായി കഴുകി തുടച്ച ശേഷം പെട്രോളിയം ജെല്ലിയോ കട്ടിയുള്ള മോയ്സ്ചറൈസറോ പുരട്ടി കോട്ടൺ സോക്സുകൾ ധരിക്കുന്നത് ഉള്ളം കാലിലെയും ഉപ്പൂറ്റിയിലെയും വരൾച്ചയും പൊട്ടലും വലിയ രീതിയിൽ കുറയ്ക്കാൻ സഹായിക്കും. കുളിക്കാൻ മൈൽഡായ സോപ്പുകളോ ഗ്ലിസറിൻ സോപ്പുകളോ മാത്രം ഉപയോഗിക്കുക.
കൂടാതെ ശരീരത്തിനുള്ളിൽ നിന്ന് ചർമ്മകോശങ്ങളെ സജീവമാക്കാൻ ദിവസവും കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിച്ച് ശരീരം ഹൈഡ്രേറ്റഡായി നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരം ലളിതമായ പരിചരണങ്ങൾ നൽകിയിട്ടും ചർമ്മത്തിലെ വരൾച്ച മാറുന്നില്ലെങ്കിലോ, ചർമ്മം സ്ഥിരമായി പൊട്ടി ചോര വരുന്നുണ്ടെങ്കിലോ, വിട്ടുമാറാത്ത ചൊറിച്ചിലും കടുത്ത വേദനയും അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കണം. ശരീരം പുറമേ കാണിക്കുന്ന ഇത്തരം ചെറിയ ലക്ഷണങ്ങൾ പോലും ആന്തരികമായ വലിയ രോഗങ്ങളുടെ തുടക്കമാകാമെന്നതിനാൽ ഒട്ടും വൈകാതെ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കൃത്യമായ പരിശോധനയിലൂടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക. ഈ സുപ്രധാനമായ ആരോഗ്യ വിവരം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും പങ്കുവെക്കുക. ആരോഗ്യകരമായ വാർത്തകൾക്കും കൃത്യമായ വിവരങ്ങൾക്കുമായി മീഡിയ 1 ഹെൽത്ത് ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.